ഹയർ സെക്കൻഡറി, +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലും അതുപോലെ +1 കമ്പ്യൂട്ടർ സയൻസിലും പൊതുവായി വരുന്ന ഒരു ചാപ്റ്ററാണ് C++ ഫങ്ഷൻസ്. നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. C++ ഫങ്ഷൻസ്. ഫങ്ഷൻസ് ആർ സബ് പ്രോഗ്രാംസ്. എന്താണ് ഈ സബ് പ്രോഗ്രാംസ്? സബ് പ്രോഗ്രാംസ് എന്ന ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുൻപായി എന്താണ് പ്രോഗ്രാം എന്നറിഞ്ഞിരിക്കണം. നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്. എ പ്രോഗ്രാം ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടിച്ചേർന്നതാണ് ഒരു പ്രോഗ്രാം. നമുക്കൊരു പ്രോഗ്രാം പരിചയപ്പെടാം. ഇവിടെ ഞാൻ ഒരു പ്രോഗ്രാം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ അരിത്മെറ്റിക് ഓപ്പറേഷൻസും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിനകത്ത് നിരവധി സ്റ്റേറ്റ്മെൻറ്റുകൾ കാണാം. ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ കൂടിച്ചേർന്നതാണ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി ഈ പ്രോഗ്രാമിനെ ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരു ഏരിയ പരിശോധിക്കാം. ഇതൊരു ചെറിയ ഭാഗമാണ്. ഈ മൊത്തം പ്രോഗ്രാമിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം. ഇതിനെ വിളിക്കുന്നത് ഒരു സബ് പ്രോഗ്രാം എന്നാണ്. അതായത് വലിയ പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയ ഭാഗം. ഇതിൻ്റെ മറ്റ് ടെക്നിക്കൽ വശങ്ങളിലേക്ക് ഇപ്പോഴും കടക്കുന്നില്ല. എന്താണ് സബ് പ്രോഗ്രാം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ സബ് പ്രോഗ്രാമിന് ഒരു പേരുണ്ട്. അതിൻ്റെ പേര് ഞാൻ പറയാം. ആഡ് എന്നാണ് ഈ സബ് പ്രോഗ്രാമിൻ്റെ പേര്. അതുപോലെ ഈ പ്രോഗ്രാമിലുള്ള മറ്റൊരു സബ് പ്രോഗ്രാമാണ് സബ്ട്രാക്റ്റ്. അതുപോലെ മൾട്ടിപ്ലൈ, ഡിവിഷൻ, മോഡുലസ്. അങ്ങനെ 5 സബ് പ്രോഗ്രാമുകൾ കൂടിച്ചേർന്ന ഒരു പ്രോഗ്രാമാണിത്. ഓരോ സബ് പ്രോഗ്രാമിനും കൃത്യമായ ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റി ഉണ്ട്. ആഡ് എന്ന സബ് പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരമുണ്ട്. 2 നമ്പറുകൾ തമ്മിൽ കൂട്ടുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക. സബ്ട്രാക്റ്റ് എന്ന ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്പറിൽ നിന്നും മറ്റൊരു നമ്പർ മൈനസ് ചെയ്യുകയാണ്. അങ്ങനെ ഓരോ സബ് പ്രോഗ്രാമിനും കൃത്യമായ ഫങ്ഷൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒന്നിലധികം സബ് പ്രോഗ്രാമുകൾ കൂടിച്ചേർന്നതാണ് ഒരു പ്രോഗ്രാം. അപ്പോൾ ഒരു പ്രോഗ്രാമിനെ നമുക്ക് എങ്ങനെ പറയാം? ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ സബ് പ്രോഗ്രാമുകൾ കൂടിച്ചേർന്നതാണ് ഒരു പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്ത് ഒന്നിലധികം സബ് പ്രോഗ്രാമുകൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള സബ് പ്രോഗ്രാമുകളെയാണ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്? They are used for modular programming. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്? It is the process of breaking large programs into smaller subprograms. അതായത് വലിയ പ്രോഗ്രാമുകളെ ചെറിയ സബ് പ്രോഗ്രാമുകളാക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് നടത്തുന്നത്? അല്ലെങ്കിൽ വലിയ പ്രോബ്ലത്തെ, വലിയ പ്രോഗ്രാമിനെ ചെറിയ സബ് പ്രോഗ്രാമുകളാക്കി മാറ്റുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണം ഇതാണ്. ഒരു പ്രോഗ്രാമിൻ്റെ സങ്കീർണത കുറച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ആ പ്രോഗ്രാം എഴുതി തയ്യാറാക്കാൻ സാധിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സ്കൂൾ മാനേജ്മെൻറ്റ് പ്രോഗ്രാം എന്ന വലിയ പ്രോഗ്രാമിനെ 3 സബ് പ്രോഗ്രാമുകളാക്കി മാറ്റിയിരിക്കുന്നു. സ്റ്റാഫ്, സ്റ്റുഡൻസ് ആൻഡ് അക്കൗണ്ട്സ്. സ്റ്റാഫുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നത് ഈ സബ് പ്രോഗ്രാമിനകത്തായിരിക്കും. ഇനി സ്റ്റുഡൻസ് എന്ന സബ് പ്രോഗ്രാമിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ബ്രേക്ക് ചെയ്തിരിക്കുന്നു
പുതിയ 2 സബ് പ്രോഗ്രാമുകളാണ് അഡ്മിഷൻ ആൻഡ് ഇവാലുവേഷൻ. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ സങ്കീർണത കുറയ്ക്കുന്നതിന് വേണ്ടി ഓരോ സബ് പ്രോഗ്രാമിനെയും പരിധിയില്ലാതെ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പുതിയ സബ് പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ സബ് പ്രോഗ്രാമിനും മറ്റൊരു പേര് കൂടെയുണ്ട്, മൊഡ്യൂൾ ഓർ സബ് മൊഡ്യൂൾസ്. ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ സബ് മൊഡ്യൂളുകളായി ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് മൊഡ്യൂളറൈസേഷൻ. അതായത് സബ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു പേരാണ് മൊഡ്യൂൾ. അപ്പോൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന പ്രോസസ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൊഡ്യൂളറൈസേഷൻ. മെറിറ്റ്സ് ഓഫ് മോഡുലറൈസേഷൻ. ഒരു പ്രോഗ്രാമിനെ ചെറിയ സബ് മൊഡ്യൂളുകളാക്കി മാറ്റുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. പ്രോഗ്രാമിനകത്ത് ഫങ്ഷനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാമിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഫങ്ഷനുകൾ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കുന്നത്? ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്ത് നിങ്ങൾക്ക് 4 ഓപ്പറേഷൻസ് കാണാം. 2 ഓപ്പറേഷൻസ് പവർ കാണുന്നതിന് വേണ്ടിയും 2 ഓപ്പറേഷൻസ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ 4 ഓപ്പറേഷൻസ് എനിക്ക് 2 ഫങ്ഷനുകൾ ഉപയോഗിച്ച് ചെയ്തു തീർക്കാവുന്നതാണ്. ഒന്നാമത്തെ ഫങ്ഷൻ പവർ കണ്ടുപിടിക്കുന്നതിനും രണ്ടാമത്തെ ഫങ്ഷൻ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരേ ടൈപ്പിലുള്ള ഒന്നിലധികം ഓപ്പറേഷൻസിനെ ഒരൊറ്റ ഫങ്ഷൻ ഉപയോഗിച്ച് എഴുതി തീർക്കാൻ സാധിക്കും. അപ്പോൾ 4 ഓപ്പറേഷൻസ് ഉണ്ടെങ്കിലും 4 വ്യത്യസ്ത ഫങ്ഷനുകൾ എഴുതുന്നതിന് പകരം 2 ഫങ്ഷനുകൾ ഉപയോഗിച്ച് ഈ മുഴുവൻ ഓപ്പറേഷൻസും ചെയ്തു തീർക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഫങ്ഷനുകൾ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. അതിലൂടെ മൊത്തം പ്രോഗ്രാമിൻ്റെ സൈസും കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ്, റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. പ്രോഗ്രാമിൻ്റെ സങ്കീർണത കുറയ്ക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രാമിൻ്റെ സങ്കീർണത കുറയ്ക്കുന്നതിന് വേണ്ടി ഓരോ സബ് പ്രോഗ്രാമിനെയും പരിധിയില്ലാതെ വീണ്ടും ഡിവൈഡ് ചെയ്യാവുന്നതാണ്, വിഭജിക്കാവുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ്, ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രോഗ്രാമിനകത്ത് വരാൻ സാധ്യതയുള്ള സിൻടാക്സ് അതുപോലെ തന്നെ ലോജിക്കൽ എററുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. നാലാമത്തെ പോയിന്റ്, ഇംപ്രൂവ് റീയൂസബിലിറ്റി. ഒരു തവണ ഒരു ഫങ്ഷൻ എഴുതി കഴിഞ്ഞാൽ ആ ഫങ്ഷൻ ആവശ്യാനുസരണം വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാനിവിടെ എഴുതിയിരിക്കുന്ന പവർ എന്ന ഫങ്ഷൻ 2 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് x⁵5 എന്ന പവർ കാണുന്നതിനും രണ്ടാമത്തത് y⁷ വാല്യൂ കാണുന്നതിനും വേണ്ടി. അതുപോലെ തന്നെ മറ്റൊരു ഫങ്ഷനായ സ്ക്വയർ റൂട്ട് 2 സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കാണുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഒരു തവണ ഫങ്ഷൻ എഴുതി കഴിഞ്ഞാൽ എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ ആവശ്യാനുസരണം ഒന്നിലധികം തവണ അതേ ഫങ്ഷനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് എന്നർത്ഥം. സ്ട്രക്ചർ ഓഫ് ഫങ്ഷൻസ്. ഓരോ ഫങ്ഷനും ഓരോ ഓപ്പറേഷനാണ്. ഒരു ഫങ്ഷനകത്ത് ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവാം. ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫങ്ഷന് ഒരു റിസൾട്ടും ഉണ്ടാവാം. ഇവിടെ ഫങ്ഷൻ്റെ ഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടി ചിത്രത്തിൽ
ഒരു കോഫി മേക്കർ പ്രദർശിപ്പിച്ചതായി കാണാം. ഈ കോഫി മേക്കറുടെ ഫങ്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ഉത്തരമുണ്ട്. അതിൻ്റെ ഫങ്ഷൻ ഇതാണ്: മേക്ക് കോഫി, കോഫി ഉണ്ടാക്കുക. അപ്പോൾ ഏതൊരു ഓപ്പറേഷനും ഒരു പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതൊരു ഫങ്ഷനും ഒരു പേരുണ്ടായിരിക്കും. C++ൽ ഏതൊരു ഫങ്ഷനും ഒരു പേരുണ്ടായിരിക്കും. ആ ഫങ്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ കോഫി ഉണ്ടാക്കുക എന്ന ഓപ്പറേഷനെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു പേര് കൊടുത്തു: മേക്ക് കോഫി. ഇനി ഈ ഓപ്പറേഷൻ പൂർത്തീകരിക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ്? ഇവിടെ വാട്ടർ വേണം, മിൽക്ക് വേണം, ഷുഗർ വേണം, കോഫി പൗഡർ വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ മേക്ക് കോഫി എന്ന ഓപ്പറേഷൻസ് പൂർത്തിയാക്കുന്നത്. ഇനി C++ൽ ഒരു ഫങ്ഷൻ പൂർത്തിയാക്കണമെങ്കിൽ ഇത്തരം ഡാറ്റകൾ ആവശ്യമാണ്. ഇവിടെ ഇൻഗ്രീഡിയൻസ് എന്നല്ല നമ്മൾ പറയുന്നത്, ഡാറ്റ എന്നാണ്. ഈ ഡാറ്റയ്ക്ക് മറ്റൊരു പേരുണ്ട്: പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ C++ൽ ഒരു ഫങ്ഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ആ ഫങ്ഷനിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഡാറ്റയെ വിളിക്കുന്ന പേരാണ് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ്. ഇനി ഈ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫങ്ഷൻ നടത്തിക്കഴിഞ്ഞാൽ അതിന് തീർച്ചയായും ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഫങ്ഷന് 3 ഭാഗങ്ങളാണ്. ഫങ്ഷൻ ഒരു പേരുണ്ടായിരിക്കും. അതിൻ്റെ പ്രത്യേകത ആ ഫങ്ഷൻ നെയിം ഐഡൻറ്റിഫയർ ആണ്. യൂസർക്ക് ഇഷ്ടമുള്ള പേര് ഫങ്ഷന് കൊടുക്കാവുന്നതാണ്. എങ്ങനെയാണോ വേരിയബിളിന് പേര് കൊടുത്തത് അതേ രീതിയിൽ ഫങ്ഷനും പേര് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ഫങ്ഷനും ഒരു പേരുണ്ടായിരിക്കും. പിന്നെയോ ആ ഫങ്ഷന് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഡാറ്റ സപ്ലൈ ചെയ്യാം. ഇത്തരം ഡാറ്റയെ വിളിക്കുന്ന പേരാണ് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ്. ഒന്നിലധികം പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത്തരം പാരാമീറ്റേഴ്സിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഏതൊരു ഫങ്ഷനും ഒരു റിസൾട്ട് ഉണ്ടാവാം.